Bold and brilliant natural diamond jewelry for the woman who shines the brightest. Nuva by Mine from Malabar Gold and Diamonds. Shine out loud. കവി A.K. പീതാംബരന്റെ 10ാമത് കവിതാ സമാഹാരമായ ചെങ്കനൽ ചിന്തുകൾ പ്രകാശനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പത്മപ്രഭ സാഹിത്യ അവാർഡ് ജേതാവും കവിയുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. A.K. പീതാംബരൻ മാഷ് അടിസ്ഥാനപരമായിട്ട് കവിയാണ്. അദ്ദേഹത്തെ ആദ്യം എനിക്ക് പരിചയം കവി എന്ന നിലയിലാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ദേശാഭിമാനിയിലും മറ്റും നേരത്തെ വായിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് മാഷ് വളരെ ആഴമേറിയ ചില സംസ്കാര പഠന ഗ്രന്ഥങ്ങൾ പുറത്തിറക്കി. അതിലൊന്ന് പ്രധാനപ്പെട്ടത് മതം, മാനവികത, മാർക്സിസം എന്ന പഠനമാണ്. മതത്തിൻ്റെ നൈതികതയെയും യഥാർത്ഥ മാനവികതയെയും മാർക്സിസത്തോട് ചേർത്ത് അതീവ ശാസ്ത്രീയമായ രീതിയിൽ എഴുതപ്പെട്ട മലയാളത്തിലെ തന്നെ ഒരു ഉത്തമ ദാർശനിക സൈദ്ധാന്തിക ഗ്രന്ഥമാണ് മതം, മാനവികത, മാർക്സിസം. ആ പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് അബുദാബി ശക്തി അവാർഡ് കിട്ടിയത് എന്ന് എനിക്ക് തോന്നുന്നു. കാലചക്രഗതിക്രമക്കേടുകൾ കാലമാരെയും കാത്തു നിൽക്കാത്തവൾ, കാലമാകാതെ കാത്തു നിൽക്കുന്നവർ, കാലമേറിയിട്ടും കാത്തു നിൽക്കുന്നവർ, കാലചക്രഗതിക്രമക്കേടുകൾ കാലമാരെയും കാത്തു നിൽക്കാത്തവൾ, കാത്തു നിൽപ്പിൻ്റെ ഉഷ്ണപ്പുകച്ചിലിൽ കാഞ്ഞ പുഞ്ച പോൽ നെഞ്ചകപ്പച്ചകൾ, കാത്തുനിൽപ്പിൻ്റെ ഉഷ്ണപ്പുകച്ചിലിൽ കാഞ്ഞ പുഞ്ച പോൽ നെഞ്ചകപ്പച്ചകൾ. ഇതിലവസാനത്തെ വരി കാഞ്ഞ പുഞ്ച പോൽ നെഞ്ചകപ്പച്ചകൾ. അതീവ ലളിതമായ ഒരു ഗ്രാമ്യപദ സൗന്ദര്യമാണ്. കാഞ്ഞ പുഞ്ച, വേണ്ടത്ര വെള്ളവും പോഷകങ്ങളും കിട്ടാതെ കാഞ്ഞുപോയ പുഞ്ച പോലെ നെഞ്ചക പച്ചകൾ. അതിലെ വരികളിൽ ഭാഷ ഉണ്ടാക്കുന്ന സൗന്ദര്യം, അതിലെ നാട്ടുഭാഷാ ചന്തം, ഇതെനിക്ക് തോന്നുന്നു 50 വർഷം കൊണ്ട് A.K. പീതാംബരൻ മാഷ് വടക്കേ മലബാറിൽ നിന്ന് സ്വാംശീകരിച്ചതാണ്. അദ്ദേഹം ഏറ്റുമാനൂരിനടുത്ത് പേരൂരിൽ നിന്ന് തൻ്റെ യൗവന തീക്ഷ്ണ ദിനങ്ങളിൽ മലബാറിലേക്ക് വന്നതാണ്, കല്ലാച്ചിയിലേക്ക് വന്നതാണ്. 50 ആണ്ട് ഇവിടെയാണ്. പക്ഷെ അദ്ദേഹം ഏറ്റുമാനൂരിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ വിട്ടുകളയുകയും വടക്കേ മലബാറിൽ നിന്ന് സ്വാംശീകരിച്ചതൊക്കെ കവിതയിൽ നിലനിർത്തുകയും ചെയ്തു. കല്ലാച്ചി PV's ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ മാധ്യമപ്രവർത്തകൻ K. രാഗേഷ് സ്വാഗതം പറഞ്ഞു. K. രമേശ് അധ്യക്ഷത വഹിച്ചു. കവി A.K. പീതാംബരൻ മറുപടി പ്രസംഗം നടത്തി. ഡോക്ടർ മിനി പ്രസാദ് പുസ്തകം ഏറ്റുവാങ്ങി. K.M. ഭരതൻ, V.T. മുരളി, പ്രൊഫസർ വീരാൻകുട്ടി, നന്ദനൻ മുള്ളമ്പത്ത്, E.P. സജീവൻ, മണലിൽ മോഹനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.